മരിച്ചുപോയ സ്ത്രീകളൊക്കെ എപ്പോഴും ദുഃഖിച്ചിരിക്കണമെന്നാണോ? അവരൊരുങ്ങാൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, സന്തോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല, ജീവിതത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണോ? ഞാനിതിനെപ്പറ്റി ഇതൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ രേണു സുധി. വളരെയധികം ഹാസ്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നമ്മളെ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച സുധിയുടെ ഭാര്യ, അകാലത്തിൽ ഒരു അപകടപ്പെട്ട് മരിച്ചുപോയ സുധിയുടെ ഭാര്യയാണ് രേണു സുധി. ഈ രേണു കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ഒരു അടിപൊളി ഗാനം അത് അഭിനയിച്ചുകൊണ്ടിട്ടുള്ള ഒരു റീലായിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിന് അത്യാവശ്യം നല്ല വ്യൂസും നല്ല കാര്യങ്ങളും ഒക്കെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ വിഷയം അതൊന്നുമല്ല, അതിന് താഴെ വരുന്ന കുറേ കമൻറ്റുകളാണ്. കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രമാത്രം അതപ്പതിച്ചു പോയോ ഈ കേരളം എന്ന്. ആദ്യത്തെ കമൻറ്റ് രേണു തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവ് കമൻറ്റുകൾക്കൊന്നും ഇനി റിപ്ലൈ ഇല്ല, പോസിറ്റീവ് കമൻസുകൾക്ക് നെഗറ്റീവ് കമൻറ്റുകൾക്കും ഒക്കെ നന്ദി എന്നുള്ള രീതിയിലാണ്. അതായത് ഇനി നെഗറ്റീവ് ഒക്കെ പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് രേണു ആ ഒരു കമൻറ്റ് അവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് താഴെ നമ്മുടെ മൂപ്പൻസ് വ്ലോഗിലെ മൂപ്പൻ അങ്ങനെ എല്ലാവരും കമൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കമൻറ്റുകൾ നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ സുധിയെ പറയിപ്പിക്കാനായിട്ട്, അങ്ങനെ വളരെയധികം മോശം കമൻറ്റുകളാണ് വരുന്നത്. നിങ്ങൾക്ക് രേണു സുധി എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കുകയാണെങ്കിൽ അതൊക്കെ കാണാൻ കഴിയും, ആ റീലും കാണാൻ കഴിയും, അതിനകത്ത് കമൻറ്റുകളും കാണാൻ കഴിയും. അല്ല, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ കമൻറ്റുകൾ ഇടുന്ന ആരെങ്കിലും അവർക്ക് ഒരു മാസത്തേക്കുള്ള ചിലവിനുള്ള പൈസ കൊടുക്കുമോ? ഇല്ല. ഒരു ദിവസത്തേക്കുള്ളത് കൊടുക്കാൻ പറ്റുമോ? ഇതൊന്നും കഴിയില്ല. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കടമകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവരെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ രേണു തന്നെയാണ് പല ഇൻ്റർവ്യൂസിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തി പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അത് എത്രത്തോളമാണെന്ന്. അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഒരു പക്ഷേ അത് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ആ ആൾക്ക് എന്തുമാത്രം ഉത്തരവാദിത്തം കാണും. അതുവരെ തൻ്റെ ഭർത്താവുടെ കൂടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അവർ മാത്രമായി പോകുന്ന ആ ഒരു നിമിഷം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അവർക്ക് മുന്നോട്ട് ജീവിക്കണം, മക്കളെ വളർത്തണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അതിനൊക്കെ അവർക്ക് പൈസ ആവശ്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു റീൽ ചെയ്യുന്നതോടുകൂടി അവരുടെ കഴിവല്ലെങ്കിൽ അവരുടെ ആ ഒരു രേണു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് അഭിനയവും നാടകം അഭിനയിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അവർ ആ നാടക അഭിനയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് അവർക്കൊരു അവസരം കിട്ടാൻ ഈ റീല് വഴി സാധിച്ചെങ്കിൽ അത്രയും വലിയ കാര്യമില്ലേ അത്. അപ്പോൾ അത്തരത്തിലുള്ള റീല് ചെയ്തു എന്ന് വെച്ചിട്ട് അതിന് ഇങ്ങനെ ഇത്രയധികം മോശം കമൻറ്റ് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. മാന്യമായ രീതിയിലുള്ള ഒരു ആക്ടിംഗ് ഇല്ലേ അവർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മോശമായ രീതിയിലുള്ള ജോലിയൊന്നും അല്ലല്ലോ അവർ തിരഞ്ഞെടുത്തത്. അവർക്ക് ജീവിക്കണം, അപ്പോൾ മാന്യമായ രീതിയിലുള്ള ആക്ടിംഗ് അവർ തിരഞ്ഞെടുത്തു, അവരുടെ പ്രൊഫഷണലാണ്, അതുകൊണ്ട് അവരത് തിരഞ്ഞെടുത്തു. മറ്റെത്രയോ നടിമാരുണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ. പഴയ നടിമാരെയൊക്കെ നോക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട് ഭർത്താവ് മരിച്ചിട്ട് വീണ്ടും അഭിനയിച്ച് തൻ്റെ മക്കളെ നോക്കുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ട്. എന്തിനാ നമ്മുടെ KPC ലളിത, അങ്ങനെയൊക്കെ എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരുപോലെ അല്ലേ ഉള്ളൂ. അതിനിങ്ങനെ മോശം കമൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നു. ഇത്രയേറെ പുരോഗമനവാദമൊക്കെ പറയുന്ന കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നുവാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവർ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകട്ടെ. ഇതുകൊണ്ട് അവർക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടിയെങ്കിൽ അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോകട്ടെ, അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറയാനുള്ളൂ. ഇനിയെങ്കിലും ഈ കമൻറ്റ് ചെയ്യുന്നവർ ഇത്തരം കമൻറ്റുകൾ ഒഴിവാക്കുക. നമ്മളെ കൊണ്ട് അവരുടെ ഒരു നേരത്തേക്കുള്ള ചിലവിന് പോലും കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അവരെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ജീവിച്ചോട്ടെ. എന്തിനും നമ്മൾ ഇത്തരം കമൻറ്റുകൾ ഇട്ട് അവരെ ഒരു മോശക്കാരാക്കാൻ ശ്രമിക്കണം? പിന്നെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് വീട്ടിനകത്ത് വെള്ളസാരി എടുത്ത് അടച്ചു പോകുന്ന ഇരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. അവർക്ക് ഒരുങ്ങാം, അവർക്ക് ജീവിക്കാം, അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് മോശമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു തെറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.